വിവർത്തന സമമൂല്യത, പ്രിൻസിപ്പിൾസ് ഓഫ് കറസ്പോണ്ടൻസ്. ലോകത്തിലെ രണ്ട് ഭാഷകൾ തമ്മിൽ പൂർണ്ണമായും സമാനതയും കൃത്യതയും ഉണ്ടാകില്ല. വിവർത്തന കാര്യത്തിൽ രണ്ട് ഭാഷകൾ മുന്നിൽ വരുമ്പോൾ പദങ്ങളിലെ തുല്യത ഒരു പ്രശ്നമായിട്ട് വരും. ഇത്തരം സന്ദർഭങ്ങളിൽ വിവർത്തന തുല്യത കണ്ടെത്തേണ്ടി വരും. ഇത്തരം അന്വേഷണമാണ് വിവർത്തന സമമൂല്യതയുടെ അടിസ്ഥാനം. വിവർത്തന സമൂല്യത കണ്ടെത്തുകയാണ് വിവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിവർത്തനത്തിലെ സമമൂല്യത കണ്ടെത്തുക എന്നതാണ് വിവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു ശ്രോത പഠനത്തിൻ്റെ വിവർത്തന സമൂല്യത എന്നാൽ അതിന് തുല്യമായ ലക്ഷ്യപാഠം സൃഷ്ടിക്കുക എന്നതാണ്. ഇത് കണ്ടെത്താൻ ഒരു ദ്വിഭാഷിയുടെയോ നല്ല വിവർത്തകൻ്റെയോ സഹായം വേണ്ടിവരും. വിവർത്തന സമമൂല്യത കണ്ടെത്താൻ ആദേശ പരീക്ഷണമാണ് ഉപയോഗിക്കുന്നത്. വിവർത്തന സമമൂല്യത കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആദേശ പരീക്ഷണം. മൂലപാഠത്തിൻ്റെ പദത്തിനോ പദസമൂഹത്തിനോ പകരമായി തത്തുല്യമായ ലക്ഷ്യപാഠം പകരം വയ്ക്കലാണ് ആദേശ പരീക്ഷണം. ഒന്നുകൂടി പറയാം. മൂലപാഠത്തിൻ്റെ പദത്തിനോ പദസമൂഹത്തിനോ പകരമായി തത്തുല്യമായ ലക്ഷ്യഭാഷാപാഠം പകരം വെക്കലാണ് ആദേശ പരീക്ഷണം. ശ്രോതപാഠവും ലക്ഷ്യപാഠവും തമ്മിലുള്ള തുലനം ഏതു വിധത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ രണ്ട് തരം വീക്ഷണങ്ങൾ ഉണ്ട്. അതിനെ രൂപതുല്യതാവാദം എന്നും ചലനാത്മക തുല്യത എന്നും പറയുന്നു.